പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മലപ്പുറം ജില്ലയിലും മലബാറിലും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ മുൻ MLA ആണ്. അദ്ദേഹം MLA ആയിരിക്കെ തന്നെ ജയിലറക്കുള്ളിലായത് ലീഗിന്റെ ഏതെങ്കിലും രാഷ്ട്രീയ നയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന്റെ പേരിലായിരുന്നില്ല. മഞ്ചേശ്വരത്തെ മുൻ MLA MC കമറുദ്ദീൻ നിരവധി കേസുകളിൽ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെടുകയും റിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്തത്. അതിന്റെ ആധാരം മറ്റൊന്നുമായിരുന്നില്ല, നൂറുകണക്കിന് ആളുകളുടെ പക്കൽ നിന്ന് സ്വർണക്കടയിലേക്ക് നിക്ഷേപം എന്നുള്ള നിലയിൽ സമാഹരിച്ച് അത് ബന്ധപ്പെട്ട നിക്ഷേപകർക്ക് ഡിവിഡൻഡോ ലാഭമോ കൊടുക്കാതെ, മുതൽ പൈസ പോലും കൊടുക്കാൻ കഴിയാതെ അവരെ വഞ്ചിച്ച ഘട്ടത്തിൽ അവര് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ്. സമാനമായിട്ടുള്ള ബിസിനസ്സുകൾ മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാരും മലബാറിലെ പല ജില്ലകളിലും ചെയ്തു വരുന്നുണ്ട്. ആദ്യത്തെ 4-5 മാസം അവരെന്തെങ്കിലുമൊക്കെ അവർ വാങ്ങിയ പൈസയിൽ നിന്ന് തന്നെ ലാഭവിഹിതം എന്ന് പറഞ്ഞ് എന്തെങ്കിലും കൊടുക്കും. എന്നിട്ട് 6 മാസം കഴിഞ്ഞാൽ അത് നിൽക്കും. പിന്നെ പറയുന്നത് ലാഭവിഹിതമായി തുടങ്ങുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് നൽകും എന്നാണ്. മുസ്ലിം ലീഗിൽ സാമ്പത്തിക തട്ടിപ്പുകൾ ഒരു കുറ്റമായിട്ട് കാണുന്നേയില്ല. മുൻ MLA MC കമറുദ്ദീനെ ഇതുവരെയും മുസ്ലിം ലീഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി എവിടെയും നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. നൂറുകണക്കിന് പാവപ്പെട്ടവർ പരാതി പറഞ്ഞിട്ടും, അതുപോലെ തന്നെ നിരവധി ആളുകൾ വഞ്ചിക്കപ്പെട്ടു എന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന് ബോധ്യമായിട്ടും, എത്രയോ ദിവസം അതിന്റെ പേരിൽ റിമാൻഡ് ചെയ്യപ്പെട്ട സാഹചര്യമുണ്ടായിട്ടും കമറുദ്ദീനെ ലീഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം മെനക്കെട്ട് മുന്നോട്ട് വന്നില്ല. അതിന്റെ കാരണം ദുരൂഹമാണ്. ഇത്തരത്തിലുള്ള എല്ലാ തട്ടിപ്പുകാരും ലീഗിന്റെ സമുന്നത രാഷ്ട്രീയ നേതാക്കന്മാരെ പണം കൊടുത്ത് സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളത് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല.